ഹായ്, നമസ്കാരം. ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് കുറേ സീനുകൾ. ആ പഴയ സ്റ്റാഫുകളെ സുധി അവിടെ നിന്ന് പിരിച്ചു വിടുന്നു. അവർ പറയുന്നു, ഞങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളാണ്, ഞങ്ങൾ മുതലാളിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സുധി മറുപടി പറയുന്നത്, നിങ്ങളുടെ പഴയ രക്തമാണ്, എനിക്ക് പുതിയ രക്തമാണ് ആവശ്യം, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെയാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പേരെ സുധി പരിചയപ്പെടുത്തുന്നു. ഇവരാണ് എൻ്റെ സ്റ്റാഫുകളെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെന്ന് പറയുന്നു. അപ്പോൾ അവർ സുധിയെ ചെറുതായി ഒന്ന് ഭീഷണിപ്പെടുത്താൻ നോക്കുന്നു. അപ്പോൾ സുധി പറയുന്നു, നിങ്ങളെ ഭീഷണിയൊന്നും എന്നോട് വേണ്ട, നിങ്ങളെ എഗ്രിമെൻ്റൊക്കെ പഴയ മുതലാളിയായിട്ടാണ്, ഞാനും നിങ്ങളുമായിട്ട് ഒരു എഗ്രിമെൻറ്റും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഷഷ്ടി പൂർത്തി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ. എന്നിട്ട് മറ്റേ പുതിയ സ്റ്റാഫുകളോട് പറയും, നിങ്ങൾ പൊയ്ക്കോളൂ. അവർ നടന്നു പോകുന്ന കണ്ടിട്ട് സുധി പറയുന്നവർ പോകുന്നതിൽ തന്നെ കണ്ടില്ലേ എന്തൊരു എനർജിയാണ്, എനിക്ക് ഇതുപോലുള്ള ആൾക്കാരെയാണ് ആവശ്യം, ഞാനൊരു വലിയ ബിസിനസ്സുകാരനാവാൻ പോവുകയാണ്. അപ്പോൾ ഈ പഴയ രണ്ട് സ്റ്റാഫുകൾ സുധിയോട് പറയുന്നു, നിനക്ക് ഇതുകൊണ്ട് നാശമേ ഉണ്ടാവൂ, ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരും, അന്ന് നിൻ്റെ മുഖത്ത് ഈ ചിരി കാണില്ല എന്ന് പറയുന്നു. കിടന്ന് കഷ്ടപ്പെടുന്നത് ഞങ്ങൾ കാണും, ഞങ്ങൾ പഴയ മുതലാളിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം സുധിയും ശ്രുതിയും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ശ്രുതി ഒരുപാട് ക്ഷീണിതനായി കാണപ്പെടുന്നുണ്ട്. ശ്രുതി ക്ഷീണിച്ചകത്ത് കയറുമ്പോൾ അമ്മ പെട്ടെന്ന് വന്നിട്ട് ശ്രുതിയുടെ അടുത്ത് അവിടെ നിൽക്കാൻ പറയുന്നു. അപ്പോൾ ശ്രുതി പറയുന്നു, ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അകത്ത് നിന്ന് ശ്രുതിയെ ഒഴിയാനുള്ള തട്ടും കർപ്പൂരമൊക്കെ ആയിട്ട് വന്ന് ശ്രുതിയെ ഒഴിയുമ്പോൾ പുറകിൽ നിന്ന് സച്ചി കളിയാക്കുന്നുണ്ട്. കണ്ടോ അമ്മേ, ആദ്യമായിട്ട് ജോലിക്ക് പോയതിൻ്റെ ഇത് പാർക്കിലും ബീച്ചിലും ഒക്കെ കിടന്ന് ഉറങ്ങിയവൻ ആദ്യമായി ജോലിക്ക് പോയതിൻ്റെ ഇതാണെന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രമതി പറയുന്നത്, നിൻ്റെയും കണ്ണ് തട്ടിക്കാണോ, അവന് ഇത് അസൂയയാണ്, ശ്രുതി രക്ഷപ്പെടുന്നതിലുള്ള അസൂയ എന്ന് പറയുന്നു. അതിനുശേഷം തട്ടുകൊണ്ട് കളയാൻ രേവതിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതിയെ വിളിക്കുമ്പോൾ സച്ചി പറയുന്നു, രേവതി ആ തട്ട് അവൻ്റെ തലയിലേക്ക് തട്ടിക്കൊടുക്കുക എന്ന് പറയുന്നു. അപ്പോൾ ശ്രുതി ചന്ദ്രമതിയോട് പറയുന്നു, അമ്മേ ഞാൻ ഇന്ന് ഒരുപാട് പേരോട് സംസാരിച്ച് ക്ഷീണിച്ചു, എൻ്റെ വായൊക്കെ കഴയ്ക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സച്ചിയും ബാക്കിയുള്ളവരും ചിരിക്കുന്നു. സച്ചി എന്നിട്ട് വർഷയോട് ചോദിക്കുന്നു, വർഷേ നീ ഡെയിലി ഒരുപാട് നേരം സംസാരിക്കാറില്ലേ, എനിക്ക് നിൻ്റെ വാ കഴയ്ക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വർഷ പറയുന്നു, ഇല്ല ചേട്ടാ, ഞാൻ എൻ്റെ ജോലി ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കൊരു ക്ഷീണവും തോന്നാറില്ല, നമ്മളൊരു ടൂർ പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് വർഷ പറയുന്നു. അപ്പോൾ അച്ഛനും സച്ചിയും പറഞ്ഞത് കളിയാക്കുന്നു. അപ്പോൾ ചന്ദ്രമതി പറയുന്നു, നിങ്ങളെ വണ്ടി ഓടിക്കുന്നത് പോലെയല്ല ഈ ജോലി എന്ന് പറയുന്നു. അപ്പോൾ സച്ചി പറയുന്നു, വണ്ടി ഓടിക്കുമ്പോൾ അച്ഛനും എന്തുമാത്രം ക്ഷീണവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായി കാണും, എന്നിട്ടും അച്ഛൻ അതൊന്നും പുറത്ത് കാണിക്കാതെ എല്ലാ ദിവസവും ജോലിക്ക് പോയില്ലേ, ഇവൻ ഇത്രയും ദിവസം കിടന്നുറങ്ങിയിട്ട് ഒരു ദിവസം ജോലിക്ക് പോയതിനാണോ ഈ ഷോ കാണിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നു, മോനെ നിങ്ങൾ രണ്ടുപേരും ഇതൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ പോയി കുളിച്ച് റെഡിയായി വാ, എന്നിട്ട് വന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം ശ്രുതി കുളിച്ച് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രുതി കിടന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത്. അങ്ങനെ ശ്രുതിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് എണീക്കുന്നില്ല. ശ്രുതി ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടും എണീക്കുന്നില്ല. അത് കഴിഞ്ഞ് ശ്രുതി താഴേക്ക് പോകുമ്പോൾ അമ്മ ചോദിക്കുന്നു, അവൻ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ശ്രുതി ക്ഷീണം കാരണം ഉറങ്ങിയെന്ന് പറയുന്നു. അപ്പോൾ സച്ചി അത് കേട്ടോണ്ടിരിക്കുന്ന സച്ചി പറയുന്നു, അതെങ്ങനെ അവൻ അവിടെ കിടന്നുറങ്ങും, ഇന്ന് ഞങ്ങളുടെ ദിവസമല്ലേ, ഞങ്ങളല്ലേ അവിടെ കിടക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ശ്രുതി വീണ്ടും വിളിക്കാനായി അങ്ങോട്ട് ചെന്നിട്ട് ശ്രുതി വിളിച്ചിട്ട് ശ്രുതി എണീക്കുന്നില്ല. അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നു, എന്തായാലും എന്തിന് അവന് വേണ്ടി റൂം ഒഴിഞ്ഞു കൊടുക്കണം, നമുക്കിന്ന് ഇവിടെ തന്നെ കിടക്കാമെന്ന് ശ്രുതി മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു. ഇത് കേട്ടോണ്ട് പുറത്തുനിന്ന് സച്ചി അവിടേക്ക് വന്ന് അവരെ തട്ടി വിളിക്കുന്നു. അപ്പോൾ ശ്രുതി പുറത്തു നിന്ന് വന്ന്, ഇന്ന് അവനിവിടെ കിടക്കട്ടെ, ക്ഷീണം കാരണമാണ്, വേണമെങ്കിൽ നിനക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ നീയും ഇവിടെ കിടന്നോളൂ ശ്രുതിയുടെ കൂടെ, ഞാനും രേവതിയും താഴെ പോയി കിടക്കാം എന്ന് ശ്രുതി പറയുന്നു. അപ്പോൾ സച്ചി പറയുന്നു, അതൊന്നും പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും നീ അവനെയും വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങ്, ഇല്ലെങ്കിൽ ഞാൻ അവനെ വലിച്ചു തറയിടും എന്ന് പറയുന്നു. അത് കേട്ടുകൊണ്ട് വരുന്ന ചന്ദ്രമതിയും ഭർത്താവും അച്ഛനും അമ്മയും കൂടെ വന്നിട്ട് അച്ഛൻ സച്ചിയോട് ചോദിക്കുന്നു, എന്താ മോനെ പ്രശ്നം എന്ന് ചോദിക്കുന്നു. പറഞ്ഞ അച്ഛാ, ഇന്ന് ഞങ്ങൾ ഇവിടെയല്ലേ കിടക്കേണ്ടത്, അവൻ വിളിച്ചിട്ട് എണീക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രമതി രേവതിയോട് ചോദിക്കുന്നു, നീ അവനെ പായ്ക്ക് കീ കൊടുത്ത് വിട്ടിരിക്കണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സച്ചിയും രേവതിയും ഒന്നും മിണ്ടാതെ നിൽക്കുന്നിടത്ത് എപ്പിസോഡ് അവസാനിക്കുന്നു.